കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സിജെപി നടത്തുന്ന സമരം 25ാം ദിവസം പിന്നിടുകയാണ്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുകിന്റെ നിരാഹാര സമരം 17ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ സോനം വാങ്ചുകിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ തൂക്കം ഏകദേശം 8.5 കിലോളം കുറഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ കടുത്ത പേശിവലിവും അനുഭവപ്പെട്ടു എന്നുകൂടിയുള്ള വാർത്തയുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രം ഒരു നിസ്സഹകരണം സമരത്തോട് മുഖം തിരിക്കുന്നത് കൊണ്ട് തന്നെ നിരാഹാര സമരത്തിൽ നിന്നും പിന്തിരിയില്ല എന്നാണ് സോനം വാങ്ചുക് അറിയിച്ചിരിക്കുന്നത്. സമരം വലിയ തരത്തിൽ പാർലമെന്റിലേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് സിജെപിയുടെ നേതൃത്വത്തിൽ 20ാം തീയതി പാർലമെന്റ് തുടങ്ങുന്ന 20ാം തീയതിയും മാത്രമല്ല സമരത്തിന്റെ ഒരു മാസം പിന്നിടുന്ന 20ാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലാണ് സിജെപി. ഇതിന് സിജെപി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും സമരത്തോട് അനുഭാവപൂർവമായ നടപടിയല്ല സ്വീകരിച്ചത് എന്നാണ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം മരിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സിജെപിയുടെ സമരം നടക്കുന്നത്. സമരവേദിയിൽ നമുക്കത് കാണാം. അംബേദ്കറിന്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സമരവേദിയിലുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ കേന്ദ്രം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ചോദിക്കാം, ദ പ്രൊട്ടസ്റ്റ് ഈസ് ഗോയിങ് ടു 25th day, ബട്ട് ദ സെന്റർ ഇസ് നോട്ട് റെഡി for a talk. It shows how much they care about the students. It shows how much they care about the future of the India. Yeah, if this is not a waking moment for all the people out there in this country, I don't know what will be. When will you wake up? It's time to wake up. The morning has come. The sun is there. Just wake up now, bhai. The condition of Sonam Wangchuk is getting bad day by day. Again, it shows they don't give up about any lives out there. They don't care about the lives of the 12 students who died and the thousands more who will die in the coming many years of a system which institutionalizes hatred towards students who are the future of the country. As you can see, don't let your child become a statistic. Those 12 kids, I don't know their name. You don't know their name, do you? They don't know their name. We just know 12 kids died. We just know a number, 12 kids. They are not a child anymore. They have no dreams anymore. They are just a number that exists on a page that does not matter. ഇവർ പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം സമരവുമായി ബന്ധപ്പെട്ട് 12 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ടതിന് വില കൽപ്പിക്കണം എന്ന കാര്യമാണ് ഈ സമരക്കാർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല വിവിധ പരീക്ഷകളിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഒരു പരീക്ഷയില്ല, ആദ്യം നീറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ക്രമക്കേടിന്റെ വിഷയം ഉയർന്നെങ്കിൽ പിന്നീട് നെറ്റ് എക്സാം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ അതത് പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ തോതിലുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട പല പരീക്ഷയിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിലാണ് സിജെപി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് പ്രതിഷേധത്തിൽ വലിയ ആൾക്കൂട്ടമാണുള്ളത്. കാരണം വിവിധ സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ എത്തുന്നു. എന്നാൽ പോലും കേന്ദ്രം ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നത്. നേരത്തെ തന്നെ സിജെപി ഈ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് അവർ കത്തയച്ചിട്ടുണ്ട്. അവർ ഈ സമരത്തിൽ വന്ന് പങ്കെടുക്കും എന്ന കാര്യമാണ് സിജെപി പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഭക്ഷണം നൽകുന്ന ക്യൂ നമുക്ക് കാണാം. ഇവിടെ ദിവസവും ആയിരക്കണക്കിന് പേരാണ്, വിവിധ സംഘടനകളാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. ഓരോ ആൾക്കാർ അവർ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ പോലും അല്ലെങ്കിൽ ഈ എവിടെ നിന്നാണ് ഈ സിജെപിക്ക് സമരത്തിന് ഫണ്ട് എന്ന തരത്തിൽ വലിയ ആരോപണം നേരത്തെ ബിജെപി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതല്ല, പല ഘട്ടത്തിലും പല സംഘടനകൾ ഉൾപ്പെടെയാണ് ഇത്തരം സ്പോൺസേർഡ് ആയിട്ട് ഫുഡുകൾ വിതരണം ചെയ്യുന്നത്. അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അവർക്ക് വെള്ളം വിതരണം ചെയ്യുന്നു, പുസ്തകം വിതരണം ചെയ്യുന്നു. ഡോക്ടർമാർ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ വിവിധ ഹോസ്പിറ്റലുകളിലുള്ള വിദ്യാർത്ഥികളുമല്ലാത്തതായ ഡോക്ടർമാർ, മെഡിക്കൽ സ്റ്റുഡൻസ് ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നു. അവരാണ് ഇവിടെ ഭക്ഷണവും അതേപോലെ തന്നെ മെഡിക്കൽ ആവശ്യവും നിർവഹിക്കുന്നത്. ഇത്തരത്തിൽ പലതരത്തിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. നമുക്കത് നേരിട്ട് കാണാം. നേരത്തെ ഈ ടാർപോളിങ്ങിനൊന്നും ഇവിടെ കെട്ടാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമറ സംഘം ഇവിടെ വരുന്നവരുടെ പ്രൈവസി പോലെ മാനിക്കാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെ സുപ്രീം കോടതിയുടെ അഭിഭാഷക സംഘം ചോദ്യം ചെയ്തൊരു കാഴ്ചയുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള എല്ലാ മാർഗവും കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും നോക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് പാർലമെന്റിലേക്ക് മാർച്ച് സിജെപി സംഘടിപ്പിക്കുന്നത്. ആ മാർച്ച് വലിയ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സിജെപി. ക്യാമറമാൻ
ഇമ്രാൻ ഹൻസാരിയോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.